ഓണമൊക്കെ വരല്ലേ, അപ്പം നമുക്കൊരു പുളിയിഞ്ചിയുടെ റെസിപ്പി ആയല്ലോ ഇന്ന്. ആദ്യം തന്നെ നമുക്ക് 2 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുക്കാം. എന്നിട്ട് അതിലോട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ വെക്കാം ട്ടോ. ഞാൻ ഏകദേശം 1/2 ലിറ്റർ വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ടേ. ഞാൻ 200 ഗ്രാം ഇഞ്ചി ആട്ടോ എടുത്തേക്കുന്നത്. അതിന്റെ തൊലി കളഞ്ഞ് നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം ട്ടോ. നൈസായിട്ട് എല്ലാം ഏകദേശം ഒരേ കട്ടിയിൽ തന്നെ അരിഞ്ഞെടുക്കണേ. നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ. നമ്മളിത് എണ്ണയിലിട്ട് വറുത്ത് കോരിയാണ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ കട്ടിയിൽ അരിഞ്ഞില്ല എങ്കിൽ പലതിൻ്റെ വേവ് പല രീതിയിലായി പോകും. അപ്പം ഞാനിത് മൊത്തം അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ നമുക്കിത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലാട്ടോ ഇത് വറുത്ത് കോരി എടുക്കേണ്ടത്. ഒറ്റയടിക്ക് എല്ലാം വറുത്ത് കോരണ്ട, നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് വറുത്ത് കോരി എടുത്താൽ മതി. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വറുത്ത് കോരിയെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെ കളറ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇഞ്ചി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഈ ബാച്ച് എണ്ണയിൽ നിന്ന് കോരി എടുത്തതിന് ശേഷം അടുത്ത ബാച്ച് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പുളി ഉണ്ടല്ലോ, അരമണിക്കൂറിന് ശേഷം നമ്മൾ നല്ലതായിട്ട് പുളിയുടെ സത്തെല്ലാം നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത് അരിപ്പ് വെച്ച് അരിച്ചെടുത്തോണ്ട് വന്നേക്കുവാണേ ഞാൻ. ഇതിലോട്ട് 1.5 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമ്മുടെ അടുപ്പിൽ ഏറ്റവും കുറഞ്ഞ തീയുള്ള അടുപ്പുണ്ടല്ലോ അതിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊരു 20-25 മിനിറ്റ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണം അങ്ങ് മാറി കിട്ടുവേ. ഈ ഇഞ്ചി എടുത്ത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. തരിതരിയായിട്ട് പൊടിച്ചെടുത്തോണ്ട് വന്നാൽ മതിയേ. ഉണ്ടോ ഇങ്ങനെയാട്ടോ പൊടിച്ചെടുത്തോണ്ട് വരേണ്ടത്. ഇങ്ങനെ തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തോണ്ട് വരേണ്ടത്. നമ്മൾ വേവിക്കാൻ വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ പകുതി ആയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വറുത്ത് കോരി എണ്ണ തന്നെയാട്ടോ എടുത്തേക്കുന്നത്. അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് കുറുകി വരട്ടിയത്. ഇനി ഇതിലോട്ട് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചിക്കറിയിൽ ശർക്കര ഇടും. ഞാൻ എറണാകുളംകാരിയാണ്. ഞങ്ങളുടെ നാട്ടിൽ നല്ലോണം ശർക്കര ഇടും. പക്ഷെ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത് ഹരിപ്പാടാണ്. അവർക്ക് അവിടെ ചെറുതായിട്ടാണ്, കുറച്ച് മധുരം തോന്നാത്ത രീതിയിലാണ് അവർ ശർക്കര ഇടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഹരിപ്പാട് സ്റ്റൈലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര ആയിട്ട് ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ്, പുളി, മധുരം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ട് കുറുകി ഈ തിക്കാവുന്നതിന് തൊട്ട് മുന്നേ ഈ കൺസിസ്റ്റൻസിൽ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യലിൽ ഇഞ്ചിക്കറി റെഡി.